ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു ക്ലോസ് ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് കുട്ടിക്കാണ് കുറച്ച് ഇറക്കാൻ മതി. ഇതുപോലത്തെ നെക്ലേസ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. സിമ്പിളാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ സൂചി നൂലാണ്. നൂല് ഞാൻ നല്ല ലെന്തിലെടുത്ത് നീളത്തിനെടുത്തിട്ട് 2 വശം സൂചി കൊടുത്ത് എന്നിട്ട് മടക്കി വെച്ച് എന്നിട്ട് മടക്കിയിട്ട് പിന്നെ അത് വീണ്ടും ആ തുമ്പിൽ വന്നിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ഫുൾ പശ തേക്കണം. ഞാൻ ഇവിടെ B7000 ആണ് ഗ്ലൂ ഉപയോഗിച്ചത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സൈഡ് റിങ് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഹൂക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണിച്ചാൽ ഞാൻ മാലയിൽ ഇട്ടിട്ടുണ്ട്. ഹൂക്ക് വേണം. പിന്നെ പഞ്ചാര മുട്ട് ഒരു റെയിൻബോ കളറാണ്. ക്രിസ്റ്റൽ മുട്ട് 6mm സൈസ് റെയിൻബോ കളറാണ്. പിങ്കാണ്, ലൈറ്റ് പിങ്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സൈഡ് റിങ്ങാണ് ആദ്യം കൊടുക്കുന്നത്. സൂചി നേരെ വെച്ചിട്ട് സൈഡ് റിങ് കൊടുക്കണം. എന്നിട്ട് തുമ്പിൽ കൊണ്ട് സൈഡ് റിങ് വെച്ചിട്ട് 2 കെട്ട് ഇടണം. ആദ്യം ഫസ്റ്റ് കെട്ട് ഇട്ടിട്ട് ഇറക്കണം. എന്നിട്ട് സെക്കൻഡ് കെട്ട് ഇടണം. ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ സൂചി നൂലും കൊടുക്കാൻ അറിയാം. അത് മടക്കിയിട്ട് അങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ചെറിയ നൂലെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെങ്കിൽ അടുത്ത ഇതുപോലത്തെ വേറെ മാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നക്ഷത്ര സാധനം വന്നിട്ടുണ്ട്. അത് ജിമക്കർ ഞാൻ മെരവും കുങ്കുരു വെച്ച് ചെയ്യണ കാണിച്ചു തരാം. ബാക്കി ശരിയാവാത്തതുകൊണ്ട് മെരവും കുങ്കുരു ഇട്ട് കാണിച്ചു തരാം. എൻ്റെ സ്കൂളിലുള്ള ടീച്ചർ ചോദിച്ച് 3 കമ്മലാണ് 3 കമ്മലിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലത്തെ കമ്മൽ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വില ഇട്ടിട്ടുണ്ടായിരുന്നു. തൂക്കാണെങ്കിൽ 60, മറ്റൊരു സ്റ്റഡിൽ 70 ആണ്. പിന്നെ ബാക്കിക്ക് വർക്കൊക്കെ ചെയ്യുന്ന അത് കൂടും. അത് കൂട്ടി ഞാൻ ചോദിക്കുന്നത്. പിന്നെ നൂല് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് B7000 ഗ്ലൂ കുറച്ച് അവിടെ തേച്ചിട്ട് നല്ലതായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പം നൂല് നല്ലതായിട്ട് സ്റ്റിഫായിരിക്കും. നൂല് ഇളവി പോവില്ല. പിന്നെ കെട്ടിയ സ്ഥലത്ത് കുറച്ചും കൂടി ഗ്ലൂ തേച്ചാൽ മതി. B7000 ഗ്ലൂ നല്ലതാണ്, പെട്ടെന്ന് ഒട്ടും. കയ്യിലൊക്കെ ആവും, പക്ഷെ കുഴപ്പമില്ല. കയ്യിലാക്കാൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കൈ സോപ്പിട്ട് നല്ല കഴുകി കഴിഞ്ഞാൽ ഈ ഗ്ലൂ പോവും. അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്താൽ മതി.
സൂചി നേരെ ആക്കിയിട്ട് 2 സൂചിയിൽ ക്രിസ്റ്റൽ മുട്ട് ലൈറ്റ് പിങ്ക് കൊടുക്കണം. ലൈറ്റ് പിങ്ക് അല്ല, ഒരു റെയിൻബോ കളറാണ്. ലൈറ്റ് പിങ്കും തന്നെ റെയിൻബോ നല്ല ഗ്ലേസിങ് ഉള്ള ക്രിസ്റ്റൽ മുട്ടാണ്. പെട്ടെന്ന് ചീത്താവൂല. എന്നിട്ട് ആ മുട്ട 2 സൂചിയിൽ കൊടുത്തിട്ട് നൂലിൻ്റെ അടുപ്പിച്ച് വെച്ച അടിയിൽ വെച്ച് നൂല് കാണൂല. നൂല് ബാക്കിൽ പോകുന്നതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ബാക്കിൽ പോകുന്ന നൂലാണ്. എന്നിട്ട് 2 സൂചി അപ്പുറത്തെ വശം ആക്കിയ ക്രോസ് ചെയ്യണം. അപ്പം ആ ക്രോസ് മാലാണ് പറയണത്. 2 സൂചിയിൽ 2 വശം പഞ്ചാര മുട്ട് കൊടുക്കണം. അതിൽ പഞ്ചാര മുട്ട് കൊടുക്കണം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പിരിച്ച് വരാനുള്ളത്. അപ്പോൾ 2 വശം ആവും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ നൂല് വേസ്റ്റാവും. അടുത്ത വീഡിയോയിൽ കമ്മലും ബ്രേസ്ലെറ്റും പാദസരവും കാണിച്ചു തരാം. പാദസരത്തിന് അളവ് ചോദിച്ച് അതുപോലെ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ചോദിക്കണമെങ്കിൽ കസ്റ്റമർക്ക് ചോദിച്ച് അളവ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. ഞാൻ പഞ്ചാര മുട്ട 5 ഇവിടെ കൊടുക്കണത്. ഞാൻ എൻ്റെ കാലിന് അളവ് വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. വണ്ണമുള്ള കുട്ടിക്കാണ് അളവ് ചോദിച്ച് ചെയ്താലേ പറ്റുള്ളൂ. ഇത് ഞാൻ ചെയ്തത് കറക്റ്റാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്നുങ്ങൾ ഇളക്കിയിട്ട് വേറെ കൊളുസിനൊക്കെ ഇടുന്ന കൊളുത്തുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ പഞ്ചാര മുട്ട കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണം. 5 തന്നെ കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ചെയ്യാം. ഞാൻ ഇത് ആദ്യമായിട്ട് പുതിയ മോഡലും ചെയ്തതാണ്. എന്നെ അമ്മ പറഞ്ഞ് തന്നതാണ്. പക്ഷേ ഈ ബ്രോഷ് ചെയ്യാനും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വേറെ കളർ വെച്ചാണ്. പഞ്ചാര മുട്ടന് അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാനാണ് ഈ വീഡിയോ ഇടുന്നത്. ആരും ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ചെറിയ മുട്ട് 4 mm സൈസൊക്കെ വെച്ച് ചെയ്യണതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ക്രിസ്റ്റൽ മുട്ട മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ക്രിസ്റ്റലും പേലും മാത്രം, വൈറ്റ് പേല് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ആദ്യം ടീച്ചർ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു. പേല് മുട്ട വെച്ച മാത്രം. ഇത് 6 mm ബേസ് തന്നെ വേറെ കളറായിരുന്നു. ഇപ്പം കൂടി വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പിന്നെ
പ്രോഗ്രാമൊക്കെ ആയി. അത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. എറണാകുളത്ത് വെച്ചാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ അവിടെ ടീച്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം കിട്ടാനൊക്കെ താമസിക്കും. ഇപ്പുറത്ത് ഇടതുവശത്ത് 5 പഞ്ചാര മുട്ട് കൊടുത്തിട്ട് ക്രിസ്റ്റൽ മുട്ട് കൊടുക്കണം. വലതുവശത്ത് പഞ്ചാര മുട്ട് കൊടുത്തിട്ട് വലതുവശത്തുള്ള സൂചി ഇടതുവശത്തിൽ കൊണ്ടുവന്നിട്ട് കയ്യിൽ ചുറ്റിയിട്ട് മുട്ടൻ്റെ അടിയിൽ കൂടി ഇറക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ സൂചി മുട്ടൻ്റെ അടിയിൽ കൂടി ഇറക്കണം. മേലെ കൂടിയല്ല കേട്ടാലും അടിയിൽ കൂടിയാണ്. പിന്നെ പതുക്കെ നൂല് വലിക്കണം, അല്ലെങ്കിൽ കുടുങ്ങിപ്പോൾ എനിക്ക് ഇടയ്ക്ക് കുടുങ്ങി. രണ്ടാമത്തെ ചെയ്തപ്പോൾ കുടുങ്ങിയിട്ടുണ്ട്. പതുക്കെ എഴുതിയപ്പോൾ നൂല് വന്നായിരുന്നു. എന്നിട്ട് നല്ലതായിട്ട് വലിച്ച് പിടിക്കണം. എന്നിട്ട് കൈ നഖം കൊണ്ട് ഇറക്കി കൊടുത്താൽ കൃഷ്ണമുട്ട ചേർന്നിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ മാല വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ എൻ്റെ യൂട്യൂബ് ചാനൽ മെമ്പേഴ്സിലും ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരും. ജിമിക്ക എൻ്റെ കമ്മൽ ചെയ്തിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ മതി. വില ഞാൻ ഇടയിലിട്ടിട്ടുണ്ട്. സിൽവറും കിട്ടിയിട്ടുണ്ട്. സിൽവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ 5 പഞ്ചാര മുട്ട കൊടുത്ത് പോകണം. നാളെ പറ്റുമെങ്കിൽ ബ്രേസ്ലെറ്റ് നമ്മളും കാണിച്ചു തരാം. ഓണത്തിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാം. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ചിലപ്പോൾ നേരത്തെ ചെയ്തിടും. നിങ്ങളെല്ലാം സപ്പോർട്ട് വേണം. എൻ്റെ പ്രോഗ്രാമിൽ ഫസ്റ്റ് അരങ്ങേറ്റാണ് എറണാകുളത്ത് വെച്ച്. പ്രാർത്ഥിക്കണം. എൻ്റെ ചാനൽ 99 സബ്സ്ക്രൈബ് ആയി. എല്ലാവർക്കും താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിലും എല്ലാം ചെയ്ത് കാണിക്കാം. ഞാൻ മാല മാത്രം ഈ നെക്ലസ് മാത്രം ചെയ്തിട്ടുള്ളൂ. കമ്മലും ബ്രേസ്ലെറ്റും എടുത്ത ഇപ്പോൾ കൂടെയും 2ആണ്. അതുകൊണ്ട് കുറച്ച് ഞാൻ 3 കൊറിക്കണ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ തന്നെ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ മുട്ട കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. ഏത് മുട്ടായാലും ഞാൻ
കളർ ബീസ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാണിച്ചതാണ്. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ബ്രേസ്ലെറ്റ് മാത്രം അത് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കമ്പ്യൂട്ടർ കളക്ഷൻ പഠിക്കാൻ പോയപ്പോൾ ഒരു കുട്ടിക്ക് കൊടുത്തായിരുന്നു. സെക്കൻഡ് ഇതുപോലെ തന്നെ ചെയ്യാനുള്ളത്. സൂചി മുട്ടൻ്റെ അടിയിൽ കൂടെയാണ് ഇറക്കാനുള്ളത്. ഞാൻ കൈ ഇട്ടുകൊണ്ട് പോയതുകൊണ്ട് ആണ് എനിക്ക് അവിടെ നൂല് കുടുങ്ങിയത്. എന്താ നിങ്ങൾ കണ്ട ഇങ്ങനെ അല്ല വരാനുള്ളത്, അത് കുടുങ്ങിപ്പോയത്. പിന്നെ ഞാൻ ശരിയാക്കി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ലത് കയ്യിൽ നൂല് ഇറുക്കി പിടിച്ച് വെക്കണം. ഇടല കയ്യിൽ ചുറ്റിയിട്ട് വലത് വശത്തുള്ള സൂചി വലത് വശത്തെ സൂചി ഇടത് മുട്ടിൽ താഴത്ത് എടുക്കണം. വേറെ കേട്ടേ വേറെ ഡിസൈനാവും. അതെനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്യണമെങ്കിൽ പാദസരത്തിൻ്റെ അളവ് ചോദിച്ച് വയ്ക്കണം. അവർ കാലിൽ നൂല് വെച്ച് നോക്കിയിട്ട് എത്ര സെൻറ്റിമീറ്റർ വേണം അത് ചെയ്യണം. അത് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ അങ്ങനെ കളറൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് ഡ്രസ്സിന് മാച്ച് ചെയ്യാനത് പറഞ്ഞിട്ടുണ്ട്. അത് എറണാകുളത്താണ്. അത് അയച്ചു കൊടുക്കണം. കുറച്ചങ്ങൾ വേറെ ചെയ്തിട്ട് വല്ലവർക്കൊരു മാല ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ഡിലീറ്റ് ആയതെന്ന് ചെയ്യാനൊന്നും കാണിക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഓണത്തിനൊക്കെ കാണിച്ചു തരാം. പിന്നെ ഓണത്തിൻ്റെക്ക് നല്ല പുതിയ നെക്ലസ് ബാലക്കേരൊക്കെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ എഴുതി അറിയിക്കണം. ജിമ്മക്കാരൊക്കെ കാണിച്ചു തരാം. നാളെ അല്ലെങ്കിൽ മറ്റന്നേരം വീഡിയോ എടുക്കാം. ഞാൻ പാദസരം ഉണ്ടാക്കുന്നത് ഗിയർ വയർ, സിൽവർ കളർ ഗിയർ വയറിൽ വെച്ചാണ്. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴും സംസാരിച്ചത് ഇന്നലെ ശരിയായില്ലാണ്. ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ശരിയാവാത്തതുകൊണ്ട് രണ്ടാമത് എടുത്തതാണ്. എനിക്ക് തലയിലിരുന്നിട്ട് എടുക്കുമ്പോൾ ശരിയാവൂല. അതാണ് ഞാൻ ടേബിൾ മാറ്റ് വെച്ചിട്ട് എടുത്തത്. അതുകൊണ്ട് മെസ്സേജൊക്കെ കാണുന്നുണ്ട്. ആ തലയിൽ നിന്നും എടുത്ത
എടുക്കാൻ നോക്കിയായിരുന്നു, ശരിയാവില്ല, ഇടം കിട്ടൂല. പിന്നെ ഞാൻ ചാറ്റി വെച്ച് നിങ്ങൾക്ക് 2 വർഷം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ടാറ്റി വെച്ച് ചെയ്യണത്. ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നത്. ഞാൻ ഇവിടെ മുറ്റ ഉപയോഗിച്ചിട്ട് പിന്നെ പറഞ്ഞു തരാം. ഫുള്ള് കൊരുത്തിട്ട് പറഞ്ഞു തരാം. ഡിസൈൻ ഇങ്ങനത്തെ ഡിസൈനാണ് വരാനുള്ളത്. വീണ്ടും കുടുങ്ങിയത് കൊണ്ടാണ് ഞാൻ വീട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കണത്. ഇടത് വശത്ത് നല്ലൊരു കയ്യിൽ നൂല് ചുറ്റി വെക്കണം. എന്നിട്ട് വലത് വശത്ത് ചെയ്യാമല്ലോ. മുട്ടിന് ഇറക്കുമ്പോൾ അത് സൂക്ഷിക്കണം. എന്നിട്ട് കൈ കൊണ്ട് നഖം കൊണ്ട് ഇറക്കി വയ്ക്കണം. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നൂലിൽ പശ പോയെങ്കിൽ കുറച്ചും കൂടെ ഗ്ലൂ തേച്ചാൽ മതി. മേലത്ത് തേക്കിൻ്റെ ഞാൻ അത് തേക്കിനെ കാണിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തേച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണണം ഞാൻ വിചാരിക്കുന്നു. അഞ്ചാറ് മുട്ട എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം. അങ്ങനെങ്കിൽ താഴെ പോയാൽ കാണാൻ പറ്റും. ഈ കളറാണെങ്കിൽ നുള്ളി തറയിലേക്ക് വീണാൽ എടുക്കാൻ പാടാണ്. ബ്രേസ്ലെറ്റിനൊക്കെ അളവാണെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. എത്ര വയസ്സിനൊക്കെ 8 വയസ്സിലൊക്കെ 9 വയസ്സിൽ വരെ കാണും. പിന്നെ നമ്മുടെ കയ്യിൽ ടേപ്പുണ്ടെങ്കിൽ അതിൽ വെച്ച് കൂടി നോക്കിയാൽ നല്ലതായിട്ട് അളവ് കിട്ടും. പിന്നെ നമ്മൾ കയ്യിൽ ഇട്ട് നോക്കണം കറക്റ്റാണെങ്കിൽ. അപ്പം ആ കുട്ടിക്കും കറക്റ്റായിരിക്കും. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. ബ്രേസ്ലെറ്റ് കൂട്ട് ഇട്ടാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. മാലയ്ക്കും നെക്ലേസിന് ഇടാം. എനിക്ക് വേണ്ടി ഞാൻ ചെയ്തപ്പോൾ ഞാൻ അത് ഇട്ടത്. പക്ഷേ ഒന്ന് തേക്കാനായിട്ടത്. അതുകൊണ്ട് എനിക്ക് നൂല് പൊട്ടിപ്പോകുന്ന സംശയം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി ചെയ്തതായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്ത് അപ്പം ഞാൻ ഒരു 6 വയസ്സിൻ്റെ കുട്ടിക്കാണ് ചെയ്യുന്നത്. 9 വയസ്സിൻ്റെ കുട്ടിക്ക് ചെയ്ത് ബ്രേസ്ലെറ്റും ചെയ്ത് കമ്മലും ചെയ്ത്. കമ്മലിൻ്റെ
ഞാൻ വീഡിയോ എടുത്തായിരുന്നു, പക്ഷേ കാണിച്ചപ്പോൾ കറക്റ്റായില്ല. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നൂല് വലിക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ച് വളച്ചാൽ മതി. ഈ ഡിസൈൻ സിമ്പിളാണ്, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്. എടുത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഞാൻ 43 മുത്ത് കൊടുത്ത്, എന്നിട്ട് ആ മുത്ത് കുറച്ച് മുത്ത് തന്നെ വീണ്ടും ഇളക്കിയിട്ട് അപ്പുറത്ത് ചെയ്ത ഡിസൈൻ തന്നെ ഇപ്പുറത്ത് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് B7000 ഗ്ലൂ തേക്കണം. സൂചി ഒരേ ലെവലാക്കിയ മുട്ട് കയറുള്ളൂ. ഇത് ഞാൻ പിന്നെ മറന്നപ്പോൾ അതിന് കുറച്ച് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഓർത്തത്. B7000 ഗ്ലൂ തേക്കാൻ വെച്ചത്. നേരത്തെ തേച്ചത് ആ പൈസ പോയായിരുന്നു. ഞാൻ ബ്രേസ്ലെറ്റ് ചെയ്യുമ്പോൾ ബ്രേസ്ലെറ്റിൽ കാണിച്ചു തരാം. ഇപ്പുറത്ത് ചെയ്ത ഡിസൈൻ തന്നെ ഇപ്പുറത്ത് വരാനുള്ളത്. എന്നിട്ട് സൈഡ് റിങ് ഇടണം. ഈ സൈഡ് റിങ് കളർ പോവില്ല, പിന്നെ സൂക്കും കളർ പോവില്ല, ഗ്യാരണ്ടി ഉണ്ട്. ക്രിസ്റ്റമട്ടിനും ഗ്യാരണ്ടി ഉണ്ട്. ഇത് ചിലപ്പോൾ ഇത്ര വിളവുള്ളൂ. എന്നിട്ട് മുട്ടൻ്റെ അടിയിൽ കൂടി ഇറക്കിയിട്ട് പതുക്കെ വലിക്കണം. പതുക്കെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വേസ്റ്റായിപ്പം കുടുങ്ങിപ്പോവും. ഞാൻ പതുക്കെ വലിക്കണത്. സൈഡിലെങ്കിലും കൂടി പിടിക്കണം, എന്നിട്ട് വലിച്ചാൽ മതി. ബാക്കി കെട്ടിയിട്ട് കാണിച്ചു തരാം. ഇത്രയുള്ള ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ കാണിക്കുന്നത് സൂചി നൂല് കൊടുക്കാൻ ഇതുപോലത്തെ എന്തെങ്കിലും പറയാനും അറിഞ്ഞൂടെ കിട്ടും. ഇത് തയ്യൽ മെഷീനിലൊക്കെ വാങ്ങിക്കുമ്പോൾ കൂട്ടിട്ട് കിട്ടും. അല്ലെങ്കിൽ തയ്യലൊക്കെ പഠിക്കുമ്പോൾ
ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. തയ്യൽ പഠിക്കുന്നവർക്ക് കയ്യിൽ കാണുമായിരിക്കും. എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ നേരിട്ട് നൂലെടുക്കുമ്പോൾ അങ്ങനെയാണ് സൂചി നൂലും കൊടുക്കുന്നത്. അതിന് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ സൈഡിൽ 2 വശത്തും തുമ്പിൽ പശ തേച്ചിട്ട് സൂചി കൊടുക്കണം. അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കമ്മലിന് ഞാൻ സൂചി അത് തുമ്പിൽ പശ തേച്ചിട്ടാണ് സൂചി കൊടുത്തത്. ഞാൻ കെട്ടി കഴിഞ്ഞ് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്തിട്ട് കുറച്ച് മുട്ടൻ്റെ അടിയിൽ പശ വയ്ക്കണം. മുട്ടൻ്റെ ഗ്ലൂ പട്ടിൽ നൂലിൽ തേച്ചാൽ മതി. എന്നിട്ട് സൈഡിലെങ്കിലും മേലും നൂലും തേക്കണം. ഇത്രയുള്ള വീഡിയോ എൻ്റെ മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.